നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷപൂർവ്വം ഒരു ദിവസം കൂടി ജീവിപ്പാൻ അനുവാദം കിട്ടിയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഇന്നേ ദിവസം എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിൻ്റെ കൃപകളും അനുഭവിച്ച് സന്തോഷമുള്ളൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ മനം തുറന്ന് ആശംസിക്കുകയും നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് എല്ലാ നടത്തിപ്പുകളെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും വേണ്ടുവോളം കൃപകളും നന്മകളും നിന്ന് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസത്തിൽ നടക്കാനിരിക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മനസ്സോടൊരുങ്ങുന്ന എല്ലാവരെയും കർത്താവ് പ്രത്യേക കൃപയാൽ നിറയ്ക്കട്ടെ, അനുഗ്രഹപൂർണ്ണമാകട്ടെ. വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും വെളിപ്പാട് പുസ്തകത്തിലെ ഫിലാദൽഫിയ ചർച്ചിനോടുള്ള ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാടിൽ നിന്ന് മറ്റൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇന്നത്തെ പ്രത്യേകമായിരിക്കുന്ന ദൈവിക ആലോചന, നമ്മുടെ ജീവന് വേണ്ടി ദൈവമായ കർത്താവ് കരുത്തി വെച്ചിരിക്കുന്ന സ്വർഗീയ മന്ന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചോട്ടെ, ശ്രദ്ധിച്ചാലും. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിലൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. കർത്താവ് ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഓരോ കുടുംബത്തിൻ്റെ മുമ്പിലും ഓരോ സഭയുടെ നടുവിലും ഓരോ ആളുകളുടെ മുമ്പിലേക്കും അവനവൻ്റെ നിലവാരവും അവനവൻ്റെ ആവശ്യവും അറിഞ്ഞാണ് പ്രത്യക്ഷനാകുന്നത്. ഇന്നലെ ഞാൻ ആ കാര്യങ്ങൾ ഓർപ്പിച്ചല്ലോ. ചില സ്ഥലങ്ങളിലേക്ക് വാളുമായി വന്നവൻ ചില സ്ഥലങ്ങളിലേക്ക് താക്കോലുമായി വന്നു. കർത്താവ് വെറും കൈയോടെ ആരുടെ അടുക്കലേക്കും വരികയില്ല. യേശുക്രിസ്തു ഒരു പരിഹാരകനാണ്. മുമ്പിൽ കിടക്കുന്ന വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള ശക്തനാണ്. അതുകൊണ്ട് കർത്താവ് ആരുടെയെങ്കിലും അടുക്കലേക്ക് വരുന്നെങ്കിൽ, ഏതെങ്കിലും വീട്ടിലേക്ക് വരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവനല്ല, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വരുന്നവനാണ്. ഫിലദൽഫിയ സഭയിലേക്ക് താക്കോലുമായി വന്ന കർത്താവ് അവരോട് പറയുകയാണ്, സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്താ സംസാരിക്കാൻ തുടങ്ങിയത്? പറഞ്ഞത് ഇങ്ങനെയാണ്. യേശുവിനെക്കുറിച്ച് പറഞ്ഞു, നീ പേടിക്കണ്ട, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാനും കഴുത്തും കഴിവുമുള്ളവനാണ് കർത്താവായ യേശു. കാരണം യേശുവിൻ്റെ കയ്യിൽ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോലുണ്ട്. താക്കോലൊരു സാധ്യതയാണ്, താക്കോലൊരു മുഖാന്തരമാണ്, താക്കോലൊരു അനുഗ്രഹമാണ്, താക്കോലൊരു അധികാരമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, താക്കോലുമായി കടന്നു വരിക എന്ന് കർത്താവ് ഈ സഭയോട് പറയുമ്പോൾ ഇവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ, ഇവർക്ക് വേണ്ടി എന്തൊക്കെയോ തുറക്കാൻ, അല്ല യേശു പറഞ്ഞ പോലെ തന്നെ ചില വഴികൾ അടയ്ക്കാൻ, ആരും തുറക്കാതെ വണ്ണം കർത്താവ് ആ പ്ലാനിലാണ് വന്നിരിക്കുന്നത് എന്ന് ആമുഖത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ കാരണം ഞാൻ വായിച്ച 8-ാം വാക്യത്തിലുണ്ട്. യേശു പറയുന്നു, നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും. അപ്പോൾ ഈ സഭയുടെ പശ്ചാത്തലം, ഈ കൂട്ടരുടെ സ്ഥിതി യേശു നന്നായിട്ട് മനസ്സിലാക്കി. എന്താണ് അവരുടെ സ്ഥിതി? ഇവർ ശക്തി കുറഞ്ഞവരാണ്, ഇവർ ബലഹീനരാണ്, കഴിവിൽ കുറഞ്ഞവരാണ്. സമൂഹമധ്യത്തിൽ, ഉന്നതന്മാരുടെ മധ്യത്തിൽ, ചുറ്റുപാട് നിൽക്കുന്നവരുടെ മധ്യത്തിൽ മറ്റെതിരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവിൽ യേശു മനസ്സിലാക്കി ഇവർക്ക് ശക്തി കുറവാണ്, ബലം കുറവാണ്, കരുത്ത് കുറവാണ്. അത് യേശു അറിഞ്ഞു. ശക്തി കുറഞ്ഞ, ബലം കുറഞ്ഞ, കഴിവിൽ കുറഞ്ഞ, നിസ്സഹായരായ, സാധ്യതയുണ്ടെങ്കിലും കരുത്തില്ലാത്ത ഈ സാധുക്കൾക്ക് വേണ്ടി യേശു ഇറങ്ങി വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ശക്തന്മാരുടെ മുമ്പിൽ, ചിലപ്പോൾ സ്വന്തം വീടിനകത്ത് തന്നെ ചില വാക്കുകളുടെ മുമ്പിൽ ഏറ്റുമുട്ടാൻ കഴിയാതെ, ചില പ്രതിസന്ധികളുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ, നിസ്സഹായയായി ഒതുങ്ങിപ്പോയി കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയാതെ, ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും വലിയ സീലിംഗ് അടർന്നു വീഴുന്നത് പോലെ തലയ്ക്ക് മീതെ സ്വപ്നങ്ങൾ അടർന്നു വീഴുന്ന കണ്ടിട്ട്
കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി, സ്വന്തം ജീവിതത്തിൽ നോക്കി കരഞ്ഞൊതുങ്ങാനല്ലാതെ, എതിർക്കാൻ ശക്തിയില്ലാതെ, എന്തു ചെയ്യണമെന്നറിയാൻ ജ്ഞാനമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ, ആരോടും പറയാൻ നിർവാഹമില്ലാതെ, ശക്തി കുറഞ്ഞിരിക്കുന്ന, ബലം കുറഞ്ഞിരിക്കുന്ന, നിസ്സഹായരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത ഇന്ന് പരിശുദ്ധാത്മാവ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്കേ ശക്തി കുറഞ്ഞിട്ടുള്ളൂ, അല്ല നമുക്കേ ബലം കുറവുള്ളൂ. നമ്മളെ വിളിച്ചവൻ കരുത്തനാണ്. നമ്മുടെ കയ്യിലെ താക്കോലില്ലാത്തേ ഉള്ളൂ, നമ്മുടെ മുമ്പിലെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നുള്ളൂ. നമ്മെ സ്നേഹിക്കുന്നവൻ ഏത് വാതിലും തള്ളിത്തുറക്കാൻ ശക്തനാണ്. സ്വർഗത്തിലെ ആത്മാവ് ഈ പ്രാർത്ഥനാ ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ഡിസംബർ മാസത്തിലെ ആമുഖ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി നമുക്ക് ഉറപ്പ് തരുന്നു. നിനക്ക് കഴിവ് കുറവുള്ളൂ, നിനക്ക് ബലം കുറവുള്ളൂ, നിനക്ക് ശക്തി കുറവുള്ളൂ, നീയാണ് നിസ്സഹായനും നിസ്സഹായിയുമായി നിൽക്കുന്നുള്ളൂ. പക്ഷെ നിനക്ക് ചോര തന്നവൻ, നിനക്ക് വീണ്ടെടുപ്പ് തന്നവൻ, നിന്നെ സ്നേഹിച്ചവൻ, നിനക്ക് പുത്രത്വം തന്നവൻ, നിനക്ക് അപ്പാന്ന് വിളിക്കാൻ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി തന്നവൻ, നിനക്ക് വേണ്ടി കൃപ തന്നവൻ, നിനക്ക് വേണ്ടി സകലതും സമർപ്പിച്ചവനായ നമ്മുടെ രക്ഷകൻ, നമ്മുടെ ആരാധ്യൻ, നമ്മളോട് കടപ്പാടുള്ളവൻ, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആ കർത്താവ് ക്രൂശിൽ പിശാചിൻ്റെ തലയെ തകർത്തവൻ. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്നെങ്കിലും വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് പിശാചിൻ്റെ ആയുധവർഗം വെപ്പിച്ചവൻ, കരുത്തനായവൻ, ആരാധ്യനായവൻ, മഹോന്നതനായവൻ, പരിശുദ്ധനായവൻ. എത്ര പേർക്ക് ഞാനിത് പറയുമ്പോൾ കർത്താവിനെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമായ സ്തോത്രം കാൽപാദങ്ങളുള്ളവൻ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച നിലവാരത്തിൽ നമ്മുടെ നടുവിൽ നടന്നടുക്കുന്നവൻ, ഇരുവായുത്തടിയുള്ള വാളുള്ളവൻ, അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവൻ, ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ച സകലത്തെ ഉളവാക്കാൻ കഴിവുള്ളവൻ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വാക്കുകൊണ്ട് അടക്കി നിർത്തുന്നവൻ, കാറ്റിനെ ഒതുക്കുന്നവൻ, കടലിനെയും തിരമാലകളെയും അമർച്ച ചെയ്യുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. ആ കർത്താവ് ദുരാത്മാക്കളോടും ദുഷ്ടാത്മാക്കളോടും അന്ധകാര ശക്തിയോടും ഭൂതാത്മാക്കളോടും അടങ്ങാൻ പറഞ്ഞപ്പോൾ, വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ അനുസരണത്തോടെ എതിർവാക്ക് പറയാതെ, ദാവീദ് പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുതേ എന്ന് കാലിൽ വീണ് കരഞ്ഞ് മനുഷ്യവർഗത്തെ വിട്ടൊഴിഞ്ഞ് വിടുതലായി മാറ്റാൻ കഴിവുള്ള പരിശുദ്ധ ദൈവം. ആ ദൈവം കരുത്തനാണ്. നിങ്ങളൊന്ന് ആഴമായി ചിന്തിച്ചേ. നമുക്കേ കരുത്ത് കുറവുള്ളൂ, നിന്നെ വിളിച്ചവൻ ശക്തനാണ്. ഈ ദിവസങ്ങളിൽ, ഈ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തിയെ തെളിയിക്കും. യേശു ക്രിസ്തു തൻ്റെ ബലത്തെ തെളിയിക്കും. അവൻ്റെ താക്കോലിൻ്റെ കഴിവ് നിൻ്റെ വിഷയത്തിൽ ഇടപെടും. അവൻ്റെ ശക്തിയുടെ പ്രഭാവം നിൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്ക്. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരികയാ. നിനക്ക് കഴിവ് കുറവാന്ന് ഞാൻ ദൂരത്തിരുന്നറിഞ്ഞു. നീ ബലഹീനയായിന്ന്. നിന്നോട് എതിർക്കുന്ന വൻകിട ശക്തികളോട്, നിൻ്റെ കുടുംബത്തോട് എതിർക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളോട്, നിന്നെ ഒതുക്കാൻ വേണ്ടി കാറ്റിൽ നിന്ന് അഴിച്ചുവിട്ടിരിക്കുന്ന സിംഹത്തെ പോലെ അടരാടി നിൽക്കുന്ന വിഷയങ്ങളോട് പോരാടാൻ നിനക്ക് കഴിവില്ല എന്ന് സ്വർഗം കണ്ടു. അത് കണ്ടതിൻ്റെ പേരിൽ അവൻ നേരിട്ടിറങ്ങി വന്നിട്ട് പറയുക, നിനക്ക് ശക്തി കുറവാന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബലഹീനത, നമ്മുടെ പോരായ്മ, നമ്മൾ തളരുന്നത് നമ്മുടെ കൂടെ പാർക്കുന്നവർ പോലും ചിലപ്പോൾ അറിഞ്ഞെന്നിരിക്കുകയല്ല, അവർക്കത് മനസ്സിലായിന്നിരിക്കുകയല്ല. നീ വാടിത്തളർന്നത്, നിൻ്റെ മനസ്സിടിഞ്ഞത്, നിനക്ക് സ്നേഹം കിട്ടാത്തത്, കരുതൽ കിട്ടാത്തത്, ലഭിക്കേണ്ടതൊന്നും ലഭിക്കാത്തത്, അതിനോട് എതിർക്കാൻ പോലും ഒരു വാക്ക് പോലും പറയുമ്പോൾ കടിച്ചു കീറാൻ വരുന്ന ചെന്നായ്ക്കളെ പോലെ എതിർത്ത് നിൽക്കുന്നൊരു വലിയ ശക്തിയുടെ നടുവിൽ ഒതുങ്ങിപ്പോകുന്നത് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ സന്തോഷം, എൻ്റെ ബലം, എൻ്റെ പ്രത്യാശ, എൻ്റെ കർത്താവ് എൻ്റെ ബലഹീനത അറിയുന്നുണ്ടല്ലോ, എൻ്റെ കഴിവുകേട് അറിയുന്നുണ്ടല്ലോ, എൻ്റെ ശക്തിയില്ലായ്മ അറിയുന്നുണ്ടല്ലോ, എൻ്റെ നിസ്സഹായത അറിയുന്നുണ്ടല്ലോ. ആ കർത്താവ് അതറിഞ്ഞു. ആ സഭയുടെ പ്രത്യേകത ഒന്നോടെ പറയട്ടെ. യേശു പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാതെ വാടിത്തളന്ന് മുഖം വാടി ഒരു മൂലയിൽ ഇരുന്നല്ല. അവർക്ക് 2 ക്വാളിറ്റി കർത്താവ് കണ്ടു. അതിങ്ങനെയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. കേട്ടോ, 2 കാര്യങ്ങൾ.
അതിന് ശക്തി വേണ്ട, അതിന് ബലം വേണ്ട, അതിന് കരുത്ത് വേണ്ട, അതിന് കായബലം വേണ്ട. പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. ഈ രണ്ട് പ്രത്യേകതകൾ കർത്താവ് ഇവരിൽ കണ്ടു. ഇവർക്ക് ബലമില്ല, ശക്തിയില്ല. ഇവരുടെ എതിരാളികളുമായിട്ട് എതിർക്കാൻ, ഇവർക്ക് നേരെ നിൽക്കുന്ന വലിയ പോരാട്ടത്തോട് പോരാടാൻ ഇവർക്ക് ശക്തിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം കാത്തു, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നിഷേധിക്കാതെ മുറുകെ പിടിച്ചു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ആത്മീയ കാര്യത്തിൽ മറ്റു പലതിനോട് എതിർക്കാൻ ശക്തി കാണിയല്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് വചനത്തെ വിടരുത്. അത് കാക്കണം, അതിനെ ചേർത്ത് നിർത്തണം, അതിൽ ജീവിക്കണം, അത് വായിക്കണം, അത് ഗ്രഹിക്കണം, അതിൻ പ്രകാരം അതിനാ വചനം കാക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അതിനു വേണ്ടി വഴിയൊരുക്കണം. വചനം കേൾക്കുന്നവരുമുണ്ട്, വചനം കാക്കുന്നവരുമുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഈ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ തുനിയട്ടെ. യേശുക്രിസ്തുവിനെ നിഷേധിച്ചില്ല. എൻ്റെ നാമം നിഷേധിച്ചില്ലെന്ന് പറഞ്ഞാൽ ഡിനേ ചെയ്തില്ല. സാധാരണയൊക്കെ നമ്മുടെ ഈ മൊബൈലിനകത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാനും ഇതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്കാർ തന്നെ ഇതിനകത്തേക്ക് ചിലപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അതിനകത്ത് രണ്ട് ഓപ്ഷനാണ്, അലോയും ഉണ്ട്, ഡിനേയും ഉണ്ട്. സാധാരണ നമ്മൾ ബിസിയാണ്, നമുക്കിത് താഴെ വയ്ക്കാൻ നേരമില്ല. അപ്പോൾ നമ്മൾ അലോ ചെയ്യുകയല്ല, ഡിനേ ചെയ്യും. പല ആളുകളും അങ്ങനെയാണ്. യേശുക്രിസ്തു നിന്നെ രക്ഷിക്കാനും വിടുവിക്കാനൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് ഡിനേ ചെയ്യുക. പിന്നെയാട്ടെ, നാളെ ആകട്ടെ, പിന്നീടാകട്ടെ, ഓപ്ഷൻ നമ്മൾ തെറ്റിക്കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിൻ്റെ സമയമാണ്. ഇത് നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. ഇത് കർത്താവ് നിന്നെ ചേർത്ത് നിർത്തുന്ന സമയമാണ്. നിന്നിൽ എന്തെങ്കിലും ഒരു നന്മ കാണണ്ടേ? വചനം അനുസരിക്കണം, പ്രമാണം അനുസരിക്കണം, കൽപ്പനകൾ അനുസരിക്കണം. നിൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട കാര്യം ഡിനേ ചെയ്യരുത്. ഇന്ന് ദൈവം ഒരു ദൂത് പറയുക, ദൈവം ഒരു ഉപദേശം പറയുക. നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ, സമയം കിട്ടിയില്ല, ഇപ്പോൾ വേറെ ബിസിയാണ്, ഇതിനകത്ത് ഒത്തിരി പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞ പല കാര്യങ്ങളും ഡിനേ ചെയ്ത് അവൻ്റെ നാമത്തെ, അവൻ്റെ കൽപ്പനയെ, അവൻ്റെ അഭിഷേകത്തെ, അവൻ്റെ നിയോഗത്തെ, അവൻ്റെ വിളിയെ എല്ലാം ഡിനേ ചെയ്യുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, അതൊരു നെഗറ്റീവ് ആയി ദൈവം കണക്കാക്കും. എന്നാൽ എല്ലാറ്റിലും വിലയേറിയത് ഇതാണ്: എന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, എനിക്കൊരു എന്താ പറയുക, ഒരു റിസ്റ്റോറേഷൻ വേണം, എനിക്ക് റിഫ്രഷ്മെൻറ്റ് വേണം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സ്വർഗം ഒരു ഓപ്ഷൻ ഇടുകയാണ്. ഈ അനുഗ്രഹീതമായ ഡിസംബർ മാസത്തിൽ സ്വർഗം നിൻ്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവ് നിൻ്റെ മുമ്പിൽ, മനസ്സാക്ഷിക്ക് മുമ്പിൽ, സ്വർഗീയമായിരിക്കുന്ന കൃപയ്ക്ക് മുമ്പിൽ, രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി, ആത്മനിയോഗത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി മുമ്പിൽ ഒരു ഓപ്ഷൻ ഇടുമ്പോൾ എന്ത് തീരുമാനിക്കും? പിന്നെയാട്ടെ, എല്ലാവരുടെയും കാര്യം കഴിയട്ടെ, ആരെങ്കിലും വിചാരിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഡിനേ ചെയ്യാതെ അലോ ചെയ്യാൻ ഇന്നാര് തയ്യാറാകും? അവർക്ക് വേണ്ടി ഈ താക്കോൽ ദൈവം ഉപയോഗിക്കുന്ന ദിവസങ്ങളാണ്. ഞാൻ ആ കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് സമാപനത്തിലേക്ക് വരാം. യേശുക്രിസ്തു താക്കോലുമായി കയറി വരികയാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ പ്രശ്നത്തിലേക്ക്, ശത്രു അടച്ച വാതിലുകൾ, നിൻ്റെ വരുമാനത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ കടത്തിലും ഭാരത്തിലും തകർച്ചയിലും ആക്കി കളയാൻ വേണ്ടി ദുഷ്ടപിശാച് അടച്ച വാതിലുകൾ തുറക്കാൻ നിൻ്റെ കയ്യിൽ ഒരു വഴിയില്ല. ലോണെടുത്തു, പലിശക്കെടുത്തു, ഇതൊന്നും താക്കോലല്ല. ദുഷ്ടനടച്ച എല്ലാ താഴുകളും പൊളിക്കാൻ കഴിവുള്ള താക്കോൽ യേശുവിൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ താക്കോലുള്ളവൻ, സകലത്തിനും അധികാരിയായവൻ. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ നീ ദൈവത്തെ അലോ ചെയ്യുന്നെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി, ദൈവം പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഡിനേ ചെയ്യാതിരിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നെങ്കിൽ, സ്വർഗം പറയുന്ന ദൂത് കേൾക്ക്, എൻ്റെ കയ്യിൽ താക്കോലുണ്ട്. നിൻ്റെ വരുമാനങ്ങൾ ചോർന്നു പോകുന്ന, നിൻ്റെ നന്മകൾ ചോർന്നു പോകുന്ന, നിൻ്റെ സമാധാനം കെടുത്തിക്കളയുന്ന, നിൻ്റെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ കയറി വരുന്ന, നീ അനുഭവിക്കേണ്ട നന്മകൾ, നിൻ്റെ മക്കൾ അനുഭവിക്കേണ്ട നന്മകൾ, അത് ചോർത്തിക്കൊണ്ട് പോകുന്ന വാതിലുകൾ ഈ ഉപവാസത്തിൽ അവൻ അടയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, അനാവശ്യമായി നന്മ ചോരുന്ന വാതിലുകൾ യേശു ഈ ഉപവാസത്തിൽ അടച്ചു പൂട്ടും. പിന്നെ അത് ആർക്കും തുറക്കാൻ കഴിയില്ല.
രഹസ്യമായി നടക്കുന്ന പല ബന്ധങ്ങളും, രഹസ്യമായി ചോർത്തിക്കൊണ്ടു പോകുന്ന പല നന്മകളും നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങളറിയാതെ പുറം വാതിലിലൂടെ ചോർത്തിയെടുക്കുന്ന പലതും ഇന്ന് സ്വർഗം പറയുന്നു, ഞാനത് പൂട്ടും, പിന്നെ ആർക്കും അത് തുറക്കാൻ പറ്റില്ല. നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട അനുഗ്രഹങ്ങളും നന്മകളും, ഞാൻ അനുവദിച്ച നീ അനുഭവിക്കേണ്ട അനുഗ്രഹ വർഷങ്ങളും, അതിനെ തല്ലി അടച്ചിരിക്കുന്നതിനെ ഞാൻ തുറക്കും. അത് പിന്നെ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ആ താക്കോൽ ഈ ഉപവാസത്തിൽ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? യേശു എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ഭാഗം ആവർത്തിച്ച് എത്രയോ പ്രാവശ്യം വായിച്ചെന്നറിയാമോ? പിന്നെയും ഞാൻ പ്രാർത്ഥിക്കുക. ശുശ്രൂഷയുടെ വാതിൽ, സാമ്പത്തികത്തിൻ്റെ വാതിൽ, മക്കളില്ലാത്തവർക്ക് മക്കൾ തരാനുള്ള വാതിൽ, കുടുംബജീവിതത്തിൽ വിവാഹം നടക്കാൻ, വഴികൾ തുറക്കാൻ, യാത്രകൾ ഒരുക്കാൻ, എവിടെയോ അടച്ച, ദുഷ്ടനടച്ച, കണ്ണുകൊണ്ട് കാണാത്ത വാതിൽ യേശു തുറക്കും. ഇത് പറഞ്ഞ് ഞാൻ അവസാനിക്കാം. നമ്മൾ കാണാത്ത കുറേ വാതിലുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് കർത്താവിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അല്പം ശക്തിയുള്ള ബലഹീനനായ നിനക്ക് ഈ വാതിൽ തുറക്കാൻ കഴിവില്ല. നീ തള്ളിയാൽ തുറക്കില്ല. പക്ഷെ താക്കോലുമായി വന്നിരിക്കുന്നവൻ നിനക്ക് വേണ്ടി തുറക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്കത് വിശ്വസിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ നന്മ ചോർത്തിക്കൊണ്ടു പോകുന്ന ഏതോ രഹസ്യവാതിലുകൾ പല കുടുംബങ്ങളുടെയും പുറകിലുണ്ട്, പല മക്കളുടെ ജീവിതത്തിലുണ്ട്. കുടുംബസമാധാനം, സന്തോഷം, പണം, കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, ഇതെല്ലാം ആരും അറിയാതെ ചോർത്തിക്കൊണ്ടു പോകുന്ന ഏതോ കള്ളവാതിലുകൾ അതെൻ്റെ യേശു ഉപവാസത്തിൽ അടയ്ക്കണം. ആരും പിന്നെ തുറക്കരുത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ വാതിലുകൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല, ഞങ്ങൾക്കത് തുറക്കാൻ ശക്തിയില്ലപ്പാ. ദൈവത്തിൻ്റെ താക്കോല് കൊണ്ട് സ്വർഗം അത് തുറന്നു തരുമെന്നുള്ള ഉറപ്പ് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയെ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. എൻ്റെ വചനം കേൾക്കുന്ന എൻ്റെ ജനത്തിനു വേണ്ടി ഈ താക്കോൽ ഈ 21 ദിവസത്തെ ഉപവാസത്തിൽ ഉപയോഗിക്കണേ. ദൈവം അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അങ്ങയുടെ മക്കൾക്ക് ആ ഉറപ്പ് കൊടുത്ത് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. അങ്ങേ